നല്ല പണിയെടുത്ത് ക്ഷീണിക്കുന്നോണ്ടാ തോന്നുന്നുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ച് ഫുഡ് മേടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മളെ ശങ്കരി ട്ടോ. കണ്ടില്ലേ എന്നെ കാണാഞ്ഞിട്ട് കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം എൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാ തോന്നുന്നുണ്ട്. ഇങ്ങനെ മണം പിടിച്ച് ഇങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് ആളിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വൈകിപ്പിക്കേണ്ട, നേരെ അവർക്ക് അങ്ങോട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 3 ആൾക്കുള്ള ഫുഡ് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. ചിക്കൻ പാർട്സ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ് കൊടുക്കുന്നത്. ഈ ഒരു പാർട്സും അതുപോലെ ചിക്കനും കൂടി ഉള്ള ഒരു പോർഷൻ കൂടുതലും കുഞ്ഞൂസിനാണ് കൊടുക്കുക. മറ്റവർക്ക് നന്നായിട്ട് കുഴച്ചിട്ട് കടിച്ചാൽ പേരിന് കിട്ടുന്ന രീതിയിൽ മാത്രമായിട്ടാണ് അവിടെ കൊടുക്കുക. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നമ്മളെ ശങ്കരിക്ക് മാത്രമല്ല കുഞ്ഞൂസിനും അത്യാവശ്യം വിശന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ കുഞ്ഞൂസിനും മേട്ടിനെ കൊടുക്കുക, ശേഷമാണ് ശങ്കരിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ മേട്ടില്ലാത്തതുകൊണ്ട് കുഞ്ഞൂസ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ശങ്കരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശങ്കരിക്ക് കൊടുത്തതിന് ശേഷമാണ് ശങ്കറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വേറെ ഒരു വർത്തമാനത്തിന് നിൽക്കാതെ 3 ആളും അങ്ങോട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. തൽക്കാലത്തിനാണ് ഞാൻ ശങ്കറിനെ ഈ ഒരു കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉണങ്ങിയിട്ട് കൂട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നനവോട് കൂടിയിട്ട് അവൻ്റെ ചെവിയോട് കൂടിയിട്ട് ചിലപ്പോൾ ശങ്കരി പറിച്ചെടുക്കും കേട്ടോ. പിന്നെ അകത്ത് പോയി നോക്കിയപ്പോൾ 3 എണ്ണം നല്ല അടിപൊളിയായിട്ട് വടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞൂസിൻ്റെ ഒച്ചപ്പാട് കേട്ട് പോയതാട്ടോ. ആൾ ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ആൾ അപ്പിട്ടത് ആൾ കിടക്കുന്ന ഭാഗത്താണ് കേട്ടോ. ആൾക്കത് ഭയങ്കര അറപ്പാണ്. സാധാരണ ഇതിൽ അപ്പിടുന്ന സമയത്ത് ഓട്ടയിലൂടെ പോകാറുണ്ട്. ഇന്ന് പോയിട്ടുമില്ല, അതുമല്ല കിടക്കുന്ന ഭാഗത്ത് പോയി. അപ്പോൾ അത് വൃത്തിയാക്കിയതിന് ശേഷം വൃത്തിയാക്കിയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിന് ആൾ വേഗം തിരിച്ച് കൂട്ടിൽ കയറുകയും ചെയ്യും. പിന്നെ അവളെ ഇച്ചിരി ചോറ് ബാക്കിയുണ്ടായിരുന്നു, അത് നേരെ ഞാൻ എൻ്റെ നുണച്ചിപ്പാറൂന് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ അത് വെറുതെ പുറത്തേക്ക് കളയണ്ടെന്ന് വിചാരിച്ചു. ആണെങ്കിലോ അതിന് കാത്തിരിക്കുമായിരുന്നു കേട്ടോ. ആരെങ്കിലും കഴിക്കുന്നതൊന്ന് ബാക്കിയാക്കി വെച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇവൾ എപ്പോഴും നിൽക്കുക എന്ന് പല തവണയും തോന്നിയിട്ടുണ്ട് കേട്ടോ ഗൈസ്.